പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം മുറുകുകയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് മുഖം നൽകാതിരുന്ന ഗവർണറുടെ നടപടിയെ വിമർശിച്ച് മന്ത്രി വി.എൻ. വാസവൻ രംഗത്തെത്തി. ചെലവിനായി 5 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് മുൻകൂർ വാങ്ങിയാണ് രാജ്ഭവൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം മുഖത്തു നോക്കുകയോ അഭിവാദ്യം ചെയ്യുകയുണ്ടായില്ല. ഒന്നും സംസാരിക്കാതെ ഗവർണർ വേദി വിട്ടിറങ്ങുകയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറുടെ ചായ സൽക്കാരം ബഹിഷ്കരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഗവർണറെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി വി.എൻ. വാസവൻ രംഗത്തെത്തിയത്. വീഴ്ച മുഖ്യമന്ത്രിയുടേതല്ല, ഗവർണറുടേതാണെന്ന് മന്ത്രി. രാജ്ഭവനിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഗവർണറുടെ ആസ്ഥാനത്ത് ഗവർണറാണ് അതിൻ്റെ തലവനായും ആതിഥേയനായും അവിടെ പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരും ശിഷ്ടാദികളുമൊക്കെ വരുമ്പോൾ ആ ആതിഥേയ സംസ്കാരത്തിൻ്റെ ഉന്നതമായ നിലവാരം പുലർത്തേണ്ടത് ഗവർണറാണ്. ഗവർണർ യഥാർത്ഥത്തിൽ ഗവർണറുടെ പുറകെ മുഖ്യമന്ത്രി കയറി ചെല്ലുമ്പോൾ മിനിമം ഒന്ന് വിഷയെങ്കിലും ചെയ്യണ്ടേ, പരസ്പരം ഒരു ഹസ്തദാനം നടക്കണ്ടേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംസാരിക്കാൻ മുഖം ഒന്ന് തിരിഞ്ഞു കൊടുക്കണ്ടേ. അതിന് പകരം അത് സ്ഥലത്തോട്ട് പോലും നോക്കാതെ അദ്ദേഹം എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ സമീപനവും വാസ്തവത്തിൽ ആരിഫ് മുഹമ്മദ് ഖാന് യോജിച്ചതായിരിക്കാം, പക്ഷേ ഗവർണർക്ക് യോജിച്ചതല്ല. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുടെ ചെലവ് സർക്കാരിൽ നിന്ന് മുൻകൂർ വാങ്ങിയാണ് രാജ്ഭവൻ ചടങ്ങ് നടത്തിയത്. ചെലവിനായി 5 ലക്ഷം രൂപയാണ് ഗവർണറുടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തുക വേണമെന്നായിരുന്നു ആവശ്യം. സത്യപ്രതിജ്ഞയ്ക്ക് തലേ ദിവസം തുക അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. ചെലവിൻ്റെ കണക്ക് കാണിക്കണമെന്ന് പൊതുഭരണ വകുപ്പ് രാജ്ഭവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും വിയോജിപ്പുകളാകാം, എന്നാൽ ശത്രുക്കളെപ്പോലെ പരസ്പരം നോക്കുക പോലും ചെയ്യാതെ എത്ര കാലം മുന്നോട്ട് പോകും? ആ വഴക്ക് ഭരണസ്തംഭനം കൂടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാണ്. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കേൾക്കാം. മുഖ്യമന്ത്രിയും ഗവർണറും ഒന്നിച്ചു പോവുക തന്നെ വേണം. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഗവൺമെന്റിനും ഈ ഇവിടുത്തെ ജനങ്ങൾക്കും ഒരു നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. രണ്ടു കൂട്ടരും സമീപനം പാലിക്കണം. ഗവർണർ ആരാണെന്ന് മനസ്സിലാക്കണം ആദ്യം. ഗവർണറാണല്ലോ കേരളത്തിന്റെ തലവനായിട്ട് നിൽക്കുന്ന ആള്. ഗവർണറെ മോശമായിട്ട് പറയുന്നത് ശരിയല്ല. ഭരണം കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തും പറയാൻ പറ്റില്ലല്ലോ. ഗവർണർ തന്നെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.